ഡേയ്സിന് ശേഷം ബസ്സിലൊരു ലോങ് ട്രാവലിംഗിലാണ് കേട്ടോ. തൃശ്ശൂർ ആനയൂട്ടുണ്ട്, നമുക്ക് എന്തായാലും പോകണമെന്ന് ചങ്കത്തി പറഞ്ഞപ്പോഴേ ഭക്ഷണം പോലും കഴിക്കാതെ ഇറങ്ങി പുറപ്പെട്ടതാണ് ഞാൻ. എന്ത് പറയാനാ, ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ലേശം ലേറ്റ് ആയി പോയിട്ടോ. ആനയൂട്ടെല്ലാം കഴിഞ്ഞ് ആനകളെല്ലാം പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഒന്നോ രണ്ടോ ആനയെ കണ്ടത് തന്നെ ഭാഗ്യം. അവിടെ എത്തിയപ്പോഴേക്കും ഭയങ്കര ടയർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, അമ്പലത്തിലോട്ടല്ലേ വരുന്നതെന്ന് വിചാരിച്ച് ഞാൻ ഫുഡൊന്നും കഴിക്കാതെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടയർഡ് എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചൊക്കെ എനർജറ്റിക് ആയി. പിന്നെ എന്താ ചെയ്യുക, നമ്മുടെ ആ സ്ഥലത്ത് കൂടെ നമുക്ക്, അതായത് ഓപ്പണിംഗ് ഏരിയയിൽ കൂടെ ഞങ്ങൾക്ക് അമ്പലത്തിലോട്ട് കയറാൻ പറ്റിയില്ല. പിന്നെ വേറൊരു ഭാഗത്ത് കൂടെ ഞങ്ങൾ പോയത് കേട്ടോ. ഇവിടെയും ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരം ഞങ്ങളവിടെ വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം വേറൊരു ഭാഗമുണ്ട്, ആ ഭാഗത്ത് കൂടെ കേട്ടോ ഞങ്ങൾ അമ്പലത്തിലോട്ട് കയറിയത്. നോക്കിയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ തിക്കും തിരക്കിന് ശേഷം ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ എത്തിയിട്ടോ. ഉള്ളിൽ പിന്നെ ഫോട്ടോസും വീഡിയോസും ഒന്നും അലൗഡ് അല്ല കേട്ടോ. എൻ്റെ ഈ കയ്യിലിരിക്കുന്ന സാധനം കണ്ടോ, ഇത് ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമാണ്. ഒരു കിറ്റ് നിറച്ചുണ്ടായിരുന്നു, മാത്രമല്ല നല്ല അടിപൊളി ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് വടക്കുന്നാഥനെ കണ്ട സന്തോഷത്തിലായിരുന്നു കേട്ടോ ഞാൻ. പിന്നെ ഞങ്ങൾ നേരെ ചെന്നത് തൊട്ട് ഫ്രണ്ടിലുള്ള വെജിറ്റേറിയൻ ഹോട്ടലിലോട്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ മസാല ദോശ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ചെന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോഴേക്കും 12:30 1 മണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചോറ് മാത്രമേ ഉള്ളൂ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചോറ് കഴിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.